ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പം ടൈം ചേഞ്ച് ചെയ്തിട്ടുണ്ട് സ്കൂളിൻ്റെ ഒക്കെ. അപ്പോൾ അതായത് 9:45 മുതൽ 4:15 വരെയാണ് ഇപ്പം നമുക്ക് ടൈം മാറ്റിയിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പം ഞാനൊക്കെ പഠിച്ച കാലത്ത് 10 മണി മുതൽ 4 മണി വരെ ആയിരുന്നു സ്കൂൾ ടൈം കേട്ടോ. പിന്നെ +2 നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു, ചെറിയ ഓർമ്മയുള്ളൂ, കറക്റ്റ് എനിക്കറിയില്ല, 9:30 മുതൽ 5:30 വരെ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. അതായത് +2 കുഴപ്പമില്ല, +2 നമ്മൾ കുറച്ചുകൂടി മുതിർന്ന കുട്ടികളാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ ബസ്സിലൊക്കെ കയറിയിട്ട് എത്തിച്ചേരാൻ പറ്റും ചെയ്യും, നമുക്ക് അത്രയും വലിയ കുട്ടികളാണ്. പക്ഷേ ഈ ഒരു 8ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പം 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എന്നൊക്കെ പറയുമ്പോൾ ഹൈസ്കൂളാണ് വരിക. അപ്പം 10 ഓക്കെ, പക്ഷേ ഈ ഒരു 8-9 കുട്ടികൾ ഒരു അധികം വലുതായെന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ 7th നിന്നൊക്കെ ഒരു LP UP സ്കൂളിലൊക്കെ പെട്ടെന്നൊരു 8ലേക്ക് വരുമ്പോഴേക്കും അവർക്ക് പക്വത എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ഒരു പ്രായത്തിലും കുട്ടികളൊക്കെ കൊണ്ടുവിടുന്ന അച്ഛനമ്മമാരുണ്ട്. കാരണം പേടി കൊണ്ടൊക്കെ കൊണ്ടുവിടുന്ന ആൾക്കാരുണ്ട്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 9:45 അതുപോലെ 4:15 എന്ന് പറഞ്ഞ ടൈം ആക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അതിപ്പം കൊണ്ടു ചെന്നാക്കുന്ന ഈ രക്ഷിതാക്കളാണെങ്കിലും അവർക്ക് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. 9:45 കുട്ടികളെ അപ്പം ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിലും അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാകും. പിന്നെ അതുപോലെ തന്നെ 4:15 ആകുമ്പം മെയിനായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് വീട്ടിൽ കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റില്ല എന്നുള്ളൊരു സംഭവമുണ്ട്. അതായത് വീട്ടിനടുത്ത് തന്നെ സ്കൂൾസുള്ള കുട്ടികളുണ്ട്, പക്ഷെ അത് വളരെ കുറച്ചാണ് കേട്ടോ. വളരെ കുറച്ചുള്ള കുട്ടികൾ മാത്രമാണ്. പക്ഷേ വീട്ടിൽ കുറേ അകലെയുള്ള കുട്ടികളാണ് അധികം ഉണ്ടാവുക. കുറച്ച് ഇപ്പോൾ ഹൈസ്കൂളൊക്കെ ആകുമ്പോൾ തന്നെ ഒരു 5 കിലോമീറ്ററോ അല്ലെങ്കിൽ 10 കിലോമീറ്ററൊക്കെ ചുറ്റളവിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളും ഹൈസ്കൂൾ പഠിക്കുന്നുണ്ട്. അപ്പം ഇവരെയും കൂടി നമ്മളൊന്ന് കണക്കിലാക്കണം. കാരണം അവർ 4:15 പറയുമ്പോൾ അവർ എല്ലാം 4:15 കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് സ്കൂളിൽ ഇറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോഴേക്കും 4:30 ആവും. പിന്നെ 4:30 ഫസ്റ്റ് ബസ്സൊക്കെ കിട്ടി പോകുന്ന കുട്ടികൾ വളരെ കുറച്ചാണ്. അപ്പം ഒരു 5 മണിയോടെ കൂടിയൊക്കെ കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ ബസ്സിലൊക്കെ കയറിയിട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ അതുമല്ല, ഈ 4 മണി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് 4 മണിക്ക് വിട്ട് കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റായിട്ട് 4 മണി മുതൽ 5 മണി ഇടയിൽ അവർക്ക് വീട്ടിലേക്ക് എത്താൻ പറ്റും. പക്ഷേ ഈ ഒരു 4:15 ആക്കുമ്പം അത് വൈകി ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേ ലാസ്റ്റ് കുട്ടികളൊക്കെ അവർക്ക് കയറി പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെ ആകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ 4:30-ക്കും 5 മണിക്കൊക്കെ ഈ ഓഫീസുകൾ കഴിയുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ കോളേജുകളിലുള്ള കുട്ടികളും ആ സമയത്തൊക്കെ വരും. അപ്പോൾ ഇവരെല്ലാം കൂടി ഒരു ക്രൗഡാവും, ബസ്സിൽ തിരക്കാവും. അപ്പോൾ ST കൊടുക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ ഒരു പാസ്സൊന്നും കറക്റ്റായിട്ട് കുട്ടികൾക്ക് എന്താ പറയുക, അതായത് കുട്ടികൾക്ക് ഈ സീറ്റ് അറേഞ്ച്മെൻ്റ് ഒന്നും കറക്റ്റ് കിട്ടില്ല. അതായത് 4 മണിക്ക് വിട്ട് കഴിഞ്ഞാൽ അവർക്ക് ST കൊടുത്തിട്ട് ഇരുന്ന് പോകാൻ പറ്റുമല്ലോ. മറ്റേത് ഇവർക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. കാരണം വലിയ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ തന്നെ ഇരിക്കും, കുട്ടികൾ നിന്ന് പോകേണ്ടി വരും. ഇപ്പോൾ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അവർക്കും ഈ ആർത്തവമൊക്കെ ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, പീരിയഡ്സൊക്കെ ഉള്ള കുട്ടികൾ ഉണ്ടാവും ആ പ്രായത്തിൽ. അതും തുടക്കമാണ് പീരിയഡ്സിനൊക്കെ. അപ്പോൾ ആ കുട്ടികൾക്കും നിന്ന് പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ വയ്യാത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇരുന്ന് പോകാനുള്ള സൗകര്യം ഉണ്ടാവും. അപ്പോൾ 4 മണിക്ക് വിടുന്നതാണ് ഇതിൻ്റേതായൊരു ശരിയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഒരു ഓവർ പ്രഷർ കൊടുക്കാനും പാടില്ല. കാരണം ഇവർ നേരെ 4 മണിക്ക് കഴിഞ്ഞിട്ട് ഇവർ ചിലപ്പം ട്യൂഷന് പോകുന്ന ആൾക്കാരുണ്ടാവും. ഇവർ 8 മണിക്കൂർ ക്ലാസ്സിൽ ചെന്നിട്ട് പിന്നെയും ഒരു 1.5-2 മണിക്കൂർ ട്യൂഷനും പോയിട്ടൊക്കെയാണ് വീട്ടിലെത്തുക. അപ്പോൾ ആ ട്യൂഷനെയും ബാധിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഓവർ പ്രഷർ ഒരു 10-12 മണിക്കൂറൊക്കെ പിന്നെയും വളരെയധികം ഈ ഒരു ക്ലാസ്സിൽ തന്നെ ആയിപ്പോകും. കാരണം എന്താ പറയുക, ഈ ട്യൂഷനും കൂടി കൂട്ടുമ്പോഴേ 10-12 മണിക്കൂറൊക്കെ അവർ ട്യൂഷനും കൂടി അവർക്ക് ഭയങ്കര മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഒരു ടൈം കൂട്ടുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പം 4:15 ആക്കുകയാണെങ്കിൽ പോലും അവർക്ക് ഈ ഒരു കായികത്തിൻ്റെ പീരീഡ് ആയിട്ട് കൊടുക്കാനാണ് നല്ലത്. കാരണം അങ്ങനെയാണെങ്കിൽ സ്പോർട്സിൻ്റെ കുട്ടികൾക്ക് ആ ഒരു സമയത്ത് കളിക്കാനുള്ള ടൈമായിട്ട് കൊടുക്കുക. സ്പോർട്സിൻ്റെ ബാക്കിയുള്ള കുട്ടികൾ വീട്ടിൽ പോയിക്കോട്ടെ, അവർ പഠിക്കേണ്ട കുട്ടികളൊക്കെ വീട്ടിൽ പോയി പഠിച്ചോട്ടെ. 4:15 വരെ, അതായത് ലാസ്റ്റ് പീരീഡ് അവർക്ക് കായികത്തിൻ്റെ സ്പോർട്സ് പീരീഡായിട്ട് കൊടുക്കുക. അപ്പോൾ കായികത്തിന് ഇൻട്രസ്റ്റ് വീട്ടിൽ നിന്നോട്ടെ, 4:15 വരെയോ 5 മണി വരെയൊക്കെ അവരെ വീട്ടിൽ നിന്ന് വിടുമെങ്കിൽ നിന്നോട്ടെ. ബാക്കിയുള്ള കുട്ടികൾ പഠിക്കണമെന്ന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള മക്കളുണ്ടാവുമല്ലോ, അപ്പോൾ അവർ വീട്ടിൽ പോയിക്കോട്ടെ. അങ്ങനെ അപ്പം 10 to 4 തന്നെയാണ് അതിൻ്റെ ഒരു കറക്റ്റ് കേട്ടോ. പക്ഷേ നമ്മൾ 10 to 4 അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ടൈം. അപ്പോൾ അത് നമുക്ക് എന്തായാലും ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയാം കേട്ടോ, കുട്ടികൾക്ക് തന്നെ ഇപ്പോൾ ഒരു ഇതുണ്ടാവും. കാരണം അവർ 4 മണിയായി കഴിഞ്ഞാൽ ഇറങ്ങി ഓടാമെന്നുള്ള പ്ലാനുള്ള കുട്ടികളുണ്ട്. അപ്പോൾ
എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ടയേർഡാവും. കാരണം മടുപ്പോണ്ടല്ല അവർ ഇറങ്ങി പായുന്നത് കേട്ടോ. സ്കൂളിലോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ മടുപ്പോണ്ടൊന്നുമല്ല. പക്ഷേ 4 മണിയായി കഴിഞ്ഞാൽ അവർക്ക് വിശന്ന് കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിക്കണ്ടേ, ചെറിയ കുട്ടികളല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അവർ 4 മണിക്ക് വിടുമ്പോൾ തന്നെ ഓടുന്നത്. ഇപ്പം പക്ഷേ നമ്മൾ ഈ പ്രായത്തിൽ നമ്മൾ വിചാരിക്കുന്നുണ്ട് 4 മണിക്കൊക്കെ എന്തിനാ അന്ന് ഇറങ്ങി പാഞ്ഞെന്ന്. കുറച്ചും കൂടി അവിടെ ഇരുന്ന് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാവുന്നൊക്കെ ഈ നമ്മുടെ ഈ വലുതാകുമ്പോൾ നമുക്ക് അത് ആ ഒരു ഓർമ്മയൊക്കെ വരിക കേട്ടോ. പക്ഷെ ആ സമയത്ത് നമ്മളിപ്പോൾ സ്കൂളിലുള്ള ടൈമിൽ നമ്മൾ വേഗം 4 മണിക്ക് വിട്ട് കഴിഞ്ഞാൽ ഓടി എങ്ങനെയെങ്കിലും വീട്ടിലെത്താനാണ് നോക്കുക. പക്ഷേ ഇപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ അവിടെ ആ ഒരു 4 മണിക്കൊന്ന് ഇറങ്ങി ഓടരുത്, അവിടെ കറച്ച് നിൽക്കുകയാണ് വേണ്ടത്. നമുക്ക് ഈ സ്പോർട്സൊക്കെ ആയിട്ട് ആക്ടിവിറ്റിയൊക്കെ ആയിട്ട് സ്കൂളിൽ തന്നെ നിൽക്കുന്നതാണ് നല്ലൊരു ഇത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിർബന്ധിതമാകരുത് 4 മണിക്ക് പോകാൻ താല്പര്യമുള്ള കുട്ടികൾ 4 മണിക്ക് പോയിക്കോട്ടെ. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വെക്കണം. കാരണം അങ്ങനെ ഈ കായികം ആ ഒരു ഇതൊക്കെ ഉള്ള കുട്ടികൾ നിന്നോട്ടെ. പിന്നെ അല്ലെങ്കിൽ ഈ ഒരു പീരീഡ്സ് അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു കുറച്ചിട്ട് എല്ലാ പീരീഡ്സും ഇപ്പം ഏതൊരു പീരീഡ് അധികമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് കുറച്ചും കൂടി ടൈമൊക്കെ മാനേജ് ചെയ്തിട്ട് കുറച്ചിട്ട് 4 മണിൻ്റെ ഉള്ളിൽ ആക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. കാരണം കുട്ടികൾക്ക് വീട്ടിലെത്താനും അതിനൊക്കെ ഒരു നല്ലൊരു കാര്യം അത് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുമോ. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവർക്ക് ഇങ്ങനെ കറക്റ്റ് 4 മണിക്ക് ആണ് അവർക്ക് ഒരു സൗകര്യം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യൂ. ഇപ്പോൾ രക്ഷിതാക്കളാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. പിന്നെ കുട്ടികളാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ഈ ഒരു യൂട്യൂബിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ആ ഒരു പോൾ വെച്ച് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. എന്താണ് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ ഈ ഒരു തീരുമാനത്തോട്, അല്ലെങ്കിൽ പഴയ ടൈം മതിയോ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ചെയ്യാനായിരുന്നു വന്നിരിക്കുന്നത്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ.